മലയാള സിനിമയിൽ ഞാനൊരു സാറൊരു മഹാബലിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ബാലചന്ദ്രൻ മേനോൻ മഹാബലിയാണ്? അതായത് സാറ് വന്നതിന് ശേഷം വന്ന പല നടന്മാരും ഇന്ന് ഇപ്പോൾ സിദ്ദീഖായിട്ട് വിജയരാഘവനായിക്കോട്ടെ, ഇവരെല്ലാം ഇന്ന് മലയാള സിനിമയിലെ ഒരു അവിഭാജ്യ ഘടകങ്ങളാണ്. ബാലചന്ദ്രൻ മേനോൻ എന്തുകൊണ്ട് മഹാബലിയാവുന്നു? മഹാബലി അല്ല, അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞത് ഇപ്പം ഇന്നലെ നിങ്ങൾ പറഞ്ഞുകൊണ്ടേ പറയാം. ഇന്നലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സുഹൃത്ത് ഇപ്പോഴത്തെ ഒരു പ്രബലനായ സംവിധായകൻ്റെ പടത്തിലേക്ക് എന്നെ വിളിക്കുന്നു. അപ്പോൾ ഇവിടെ ക്ലൈമാക്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എഴുതി വന്നപ്പോൾ അതിനകത്ത് നല്ല ക്യാരക്ടർ ക്ലൈമാക്സിലേക്ക് വന്നു. അപ്പം ഞാൻ പുള്ളിയുടെ നിങ്ങൾ എന്നെ വെച്ച് മുമ്പ് പടം വർക്ക് ചെയ്തതാണുള്ളൂ. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ ഒരു പെട്ടി പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയല്ല, ടൂത്ത് ബ്രഷും പേസ്റ്റും ഒക്കെ ആയിട്ട്. എവിടുന്നാണ് കാൾ വരുന്നത്, ഉടനെ പോകും അഭിനയിക്കുക, അങ്ങനെ ഒരു ആട്ടക്കാരനല്ല ഞാൻ ഇതുപോലെ എപ്പോൾ ഇതും പറയാം. വേറൊന്നുണ്ട്, നിങ്ങൾ ഒരു കാര്യം എന്നെ നിങ്ങളൊരു പകരക്കാരനായി കാണണ്ട. നിങ്ങൾ പേനയെടുത്ത് കഥ എഴുതുന്ന സമയത്ത് എൻ്റെ മുഖം വന്നെങ്കിൽ എന്നെ വിളിക്കാവൂ. ഞാൻ ചോദിക്കുന്ന പ്രതിഫലം അത് ചെറുതോ വലുതോ എന്നുള്ളത് നിങ്ങൾ ചോദിച്ചോളൂ. അത് ന്യായമായി എനിക്ക് കിട്ടണം. എൻ്റെ കിട്ടാവുന്ന കംഫർട്ട്സ് എനിക്ക് തരണം. ഇതിൻ്റെ ഡയറക്ടറോ കഥാകൃത്തോ വന്ന് എന്നോട് ആ പടത്തെപ്പറ്റി പറയണം. ഇപ്പം ഞാൻ സത്യനന്ദിക്കാടിൻ്റെ പടത്തിലായാലും ജിത്തു ജോസഫിൻ്റെ പടത്തിൽ ജിത്തു ജോസഫും ഇവരുമെല്ലാം എന്നെ നേരിട്ട് വന്ന് കണ്ട് എന്നെ കൺവിൻസ് ചെയ്തുകൊണ്ട് ആ പടത്തിൽ ഞാൻ പോകുന്നത്. അത്രയും വൃത്തി ഞാൻ പ്രതീക്ഷിക്കുമ്പം എനിക്ക് മലയാള സിനിമയിലൂടെ പടരാൻ താല്പര്യമില്ല. എൻ്റെ താല്പര്യം നോക്കേണ്ട കാര്യം അവർക്കുമില്ല, അതും എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് പകരക്കാരനാകാഞ്ഞത്. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്ത വേഷങ്ങൾ മിനിമം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ മലയാള സിനിമയ്ക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സേവനം എന്ന് പറയുന്നത് ഞാൻ മലയാള സിനിമയെ ഉപേക്ഷിച്ച ചിത്രങ്ങളാണ്. എത്രയോ വൃത്തികെട്ട കഥാപ്രമേയം വന്നായിരുന്നു ഞാൻ അഭിനയിച്ചിട്ടില്ല. അഭിനയിച്ചിരുന്നതിന് കാശുണ്ടാക്കാമായിരുന്നു. ഞാൻ ആ കാശ് വാങ്ങിയിട്ടില്ല. മനസ്സിലായില്ലേ? പിന്നെ ഓരോരുത്തർക്കും ഉള്ള പോലെ ഓരോ ജീവിത രീതികളും വിശ്വാസങ്ങളും നമുക്കുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഞാൻ സോപ്പ് കുടിച്ചിട്ട് ഇതാണ് എൻ്റെ സൗന്ദര്യം, അല്ലെങ്കിൽ ഈ ചായയാണ് എൻ്റെ കുടുംബത്തിലെ. എനിക്ക് കുടുംബ സിനിമകളെടുത്ത സമയത്തൊക്കെ എന്തുമാത്രം ചായ സോപ്പ് എന്നിത്യാദി കുടുംബാന്തരീക്ഷത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ പ്രവാചകനായിട്ട് എത്ര പേരെ എന്നെ സമീപിച്ചത്. ഐ കുഡ് ഹാവ് മെയ്ഡ് മണി. ഞാനിത് ചെയ്യാറില്ല. അമിതാഭ് ബച്ചൻ ചെയ്യുന്നുണ്ട്. എനിക്കതിലെതിരില്ല. എനിക്ക് അങ്ങനെയുള്ള ചില ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ മഹാബലിയായിട്ടിരിക്കുന്നത് എനിക്കിഷ്ടം.